ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്ക് ഓൺലൈനിൽ ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കണം, വർക്ക് ഫ്രം ഹോം ചെയ്യാൻ ആഗ്രഹമുണ്ട്, വീട്ടിലിരുന്ന് ഡാറ്റ എൻട്രി ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കാത്തൊരു കാര്യമാണ് ഇതുപോലുള്ള ചതിക്കുഴികൾ. ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോഴേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞതാണ് കമ്പ്യൂട്ടറിൻ്റെ കടയെന്ന്. ഇപ്പം ഞാൻ വിളിച്ചു നോക്കുന്ന സമയത്ത് അവർ ഫോൺ എടുക്കുന്നില്ല. ഓണാക്കി ഗൈസ്, ഓണാക്കി മര്യാദയ്ക്ക് വർക്ക് ചെയ്താൽ മതിയായിരുന്നു, നേരം പോലെ വന്നാൽ മതിയായിരുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ അന്ന് ഓർഡർ ചെയ്തിട്ടുള്ള മോണിറ്റർ ഇന്ന് വരുന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇന്നാണത്ര തമിഴ്നാട്ടിലെ എലക്ഷൻ. എനിക്കിവിടെ എലക്ഷനും ഇല്ല, ഒന്നുമില്ല കേട്ടോ, ഞാൻ ഇവിടുത്തെ വോട്ടർ പട്ടികയിലൊന്നുമില്ല. അപ്പോൾ ഇന്ന് 12 മണിക്ക് അവരുടെ ഷോപ്പ് തുറക്കുള്ളൂ. ഷോപ്പ് തുറക്കുമ്പോൾ 12 മണിക്ക് വന്നിട്ട് സാധനം എടുത്ത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 1.5 ആഴ്ചയായിട്ട് ഈ ഒരു മോണിറ്ററിൻ്റെ പിന്നാലെയാണ്. അത്ര കിട്ടാത്ത സാധനമൊന്നുമല്ല, പല ഷോപ്പുകളും ഇത് വെക്കാറില്ല. കാരണം ഇത് ഡിസൈൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം എടുത്തുകൊണ്ട് പോകുന്ന ഒരു മോഡലാണ് തോന്നുന്നുണ്ട്. സാധാരണ 21 ഇഞ്ച്, 24 ഇഞ്ച്, 27 ഇഞ്ച് എല്ലാം കിട്ടുന്നുണ്ട്. എനിക്ക് ഇച്ചിരി കൂടി ക്വാളിറ്റി ഉള്ള ഒരു 2K വീഡിയോ എങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ളത് വേണമെന്ന് എഴുതിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്നിപ്പോൾ അത് കിട്ടാൻ പോവുകയാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു സാധനം കാണിച്ചു തരാം. നമ്മളൊക്കെ കുഴിയിൽ ചാടാൻ സാധ്യതയുള്ള ഒരു ചതിക്കുഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് വാട്സപ്പിൽ വന്നൊരു മെസ്സേജാണ്. അപ്പോൾ ഈ വീഡിയോ ഇതിനകത്ത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് കമ്പ്യൂട്ടറിലിട്ടിട്ട് ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലിട്ടിട്ട് ആ വാട്സപ്പ് മെസ്സേജും ആ വാട്സപ്പ് ഗ്രൂപ്പും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒന്ന് പറഞ്ഞുതരാം. നിങ്ങളിത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്, അവെയറായിട്ടിരിക്കുന്നത് നല്ലതാണ്. ഇതാണ് ഞാൻ ആ പറഞ്ഞ സംഭവം. കണ്ടോ, എൻ്റെ അനുവാദമില്ലാതെ ഇതിനകത്തോട്ട് എന്നെ ജോയിൻ ചെയ്യിച്ചിരിക്കുകയാണ് ഈ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ. ഇതിനകത്ത് എത്രയോ പേരുണ്ട്, 223 പേര് ഇപ്പോൾ തന്നെ ഉണ്ട്. ഇതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ചതിക്കപ്പെടാനായിട്ടിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 25% ആൾക്കാർ ഇതിൻ്റെ ആൾക്കാർ തന്നെ ആയിരിക്കാം, ഈ ചതിക്കാനായിട്ടിരിക്കുന്നവരായിരിക്കാം. ഇതൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ചതി ബേസ് ചെയ്തിട്ടുള്ള ഓരോരോ പരിപാടികളാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്ക് ഓൺലൈനിൽ ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കണം, വർക്ക് ഫ്രം ഹോം ചെയ്യാൻ ആഗ്രഹമുണ്ട്, വീട്ടിലിരുന്ന് ഡാറ്റ എൻട്രി ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കാത്തൊരു കാര്യമാണ് ഇതുപോലുള്ള ചതിക്കുഴികൾ. അതായത് ഇവർക്ക് പണം തട്ടിക്കുക. ആദ്യം നമുക്ക് 100, 150, 500 ചിലപ്പോൾ തരുമായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കിട്ടുന്നത് നല്ല 8ന്റെ പണിയായിരിക്കും. പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പൈസ വാങ്ങിച്ചിട്ട് നമ്മളെ പറ്റിക്കുന്ന പല പരിപാടികളായിരിക്കും. ഇതിനകത്തുള്ള ആൾക്കാരിൽ ഇപ്പോൾ ഒരു 200, 250 പേരുണ്ടെങ്കിൽ അതിൽ 25 പേര് ഇവരുടെ ആൾക്കാരായിരിക്കും. ഇവരുണ്ടാക്കുന്ന ഡ്രാമകൾ, ഇവരുണ്ടാക്കുന്ന ഇതിനകത്ത് നാടകം കളിക്കും, അങ്ങനെ ചോദിക്കും, ഇങ്ങനെ ചോദിക്കും, എന്നിട്ട് ബാക്കിയുള്ളവരുടെ ട്രസ്റ്റ് അവരുണ്ടാക്കി നേടിയെടുക്കും. അങ്ങനെ ലാസ്റ്റ് മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന ഒരു പരിപാടിയാണ് ഇത്. അതുകൊണ്ട് ഇങ്ങനെ വല്ല ഗ്രൂപ്പിലേക്ക് ആരെങ്കിലും ചേർത്തുകയാണ് നിങ്ങളെങ്കിൽ ഉടനെ തന്നെ പുറത്തിറങ്ങുക, ഗ്രൂപ്പ് വിട്ട് പുറത്തിറങ്ങുക, എക്സിറ്റ് അടിക്കുക എന്നുള്ളതല്ലാതെ വേറെ നമുക്കൊന്നുമില്ല. അത് എന്ത് ഗ്രൂപ്പാണ്, എന്തിനുള്ള ഗ്രൂപ്പാണ്, വേറെ വല്ല ഭീകരവാദി ഗ്രൂപ്പാണോ, എന്താണ്, നമുക്കൊന്നും അറിയില്ല. കണ്ടില്ലേ, എത്രയോ പാവങ്ങളെ ഇവിടെ ചേർത്തിരിക്കുന്നത് കണ്ടോ. ഈ പാവങ്ങളൊക്കെ പറ്റിക്കപ്പെടാനായിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുന്നവരാണ്. അവരവരുടെ ഭാവി നോക്കി ഇറങ്ങിപ്പോയാൽ അവർക്ക് കൊള്ളാം. ഇവർ അങ്ങനെ അങ്ങനെയൊന്നുമില്ല, കണ്ണി കണ്ടവരെ മുഴുവൻ ചേർക്കുകയാണ്. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ബേസ് ചെയ്തിട്ടുള്ള ഓരോ ഉടായിപ്പുകളായിട്ടുള്ള സെറ്റപ്പാണ്. എൻ്റെ അറിവിൽ ഇതൊന്നും ജെനുവിൻ ആയിട്ടുള്ളതല്ല. അതുകൊണ്ട് ഓൺലൈനിൽ ജോബ്, ഡാറ്റ എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, കാത്തിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, 99.99% തട്ടിപ്പാണ്, ഫ്രോഡ് പരിപാടികളാണ് ഇവർ നടത്തുന്നത്. ഇവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള വഴികളാണ്, അല്ലാതെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള വഴികളല്ല. അപ്പം മനസ്സിലാക്കുക. ഇന്ന് രാവിലെ കണി കണ്ടത് തന്നെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഇന്നെ ആഡ് ചെയ്തത് കണ്ടിട്ടാണ്. അപ്പം ഇങ്ങനെ പാർട്ട് ടൈം ജോബ്, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കുക, അതിൽ 99% ഫേക്ക് ആയിരിക്കും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് എക്സിറ്റ് ഗ്രൂപ്പ് അടിക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട. എക്സിറ്റ് അടിക്കുക, ഡിലീറ്റ് ചെയ്യുക, എല്ലാറ്റിനും പുറമെ ലാസ്റ്റ് ഡിലീറ്റ് ഗ്രൂപ്പ് കൊടുക്കുക. ഇതല്ലാതെ നമുക്ക് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയില്ല. ഇയാളെത്തപ്പോ ന്യൂസ് കണ്ടു പറഞ്ഞിട്ട് ഇങ്ങനെ ഫീലിംഗ് അടിച്ചിരിക്കുന്നു. അയ്യോ പറയാൻ വയ്യ. പാമ്പ് കടിച്ച് ഒരു ചെറിയ കുട്ടി പോയി. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ വിളിച്ച് നീക്കണില്ല. അവളുടെ ഏട്ടൻ ബോധം കെട്ട് വീഴുന്നിരിക്കും. എന്താടാ
വിളിച്ച് നീക്കിയാലും നോക്കുമ്പോൾ ആ കുട്ടി കിടന്നിരുന്ന തലയുടെ അടിയിൽ പാമ്പ് ഇത്ര പോകുന്ന പാമ്പേ ഉള്ളൂ. ആ ഫോട്ടോ ഉണ്ട്. എന്നിട്ട് അത് എങ്ങനെ പിടിച്ച് ഒരു ഇതിൽ വെച്ചിരിക്കുകയാണ് പാത്രത്തിൽ കാണിക്കാൻ വേണ്ടി. എന്നിട്ട് അവൻ്റെ ഏട്ടൻ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് സീരിയസ് കണ്ടീഷനിൽ. എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ഈ ചൂട് കാലത്ത് ചൂട് പാമ്പ് പുറത്തിറങ്ങാത്ര. വെള്ളമില്ലല്ലോ, ചൂട് കൂടുതൽ, വെള്ളവും കിട്ടുന്നില്ല, അപ്പൊ പുറത്തുനിന്ന് പുറത്തിറങ്ങാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അമ്മു ദോശയ്ക്ക് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. അല്ലെങ്കിലും അമ്മ വയ്ക്കുന്ന ഈ ചമ്മന്തിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഒരു നേരം അമ്മൂന് കഴിക്കാനുള്ള മരുന്ന് നോക്കി, എത്ര മരുന്നാന്ന്. ഇത്രയും കഴിച്ചിട്ടും അങ്ങോട്ട് ചുമ അങ്ങോട്ട് ഫുള്ളായിട്ട് വിട്ട് മാറണില്ല. പക്ഷെ ഒരു 60-70% മാറിയിട്ടുണ്ട് എന്ന് പറയാം. ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോഴേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞതാണ് കമ്പ്യൂട്ടറിൻ്റെ കടയിൽ നിന്ന്. ഇപ്പം ഞാൻ വിളിച്ചു നോക്കുന്ന സമയത്ത് അവർ ഫോൺ എടുക്കുന്നില്ല. ഇലക്ഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ വോട്ട് ചെയ്യാൻ തിരക്ക് കാരണം വൈകി പോണതാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരുപാട് പേര് വോട്ട് ചെയ്യാനുണ്ടാകുമ്പോൾ ഓഫ് കോഴ്സ് ലൈനിൽ നിന്ന് അത് കുറേ നേരം എടുക്കും. ഇപ്പം അതുകൊണ്ട് വരാൻ വൈകുന്നതാണോ എന്നറിയില്ല. അവർ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്, ഇന്ന് 12 മണിക്ക് വന്നോളൂ, മോണിറ്റർ എടുത്തുകൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞതാണ്. എന്തായാലും വിളിച്ചിട്ട് എടുക്കുന്നില്ല. 2 തവണ വിളിച്ച് നോക്കി. വാട്സപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ നെറ്റ് ഓണേ അല്ല, അവരുടെ ഡബിൾ ടിക്ക് പോയിട്ടില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം ഒന്ന് പോയിട്ട് നോക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പം നല്ല ഒരു വെയിലും ആണല്ലോ. അപ്പോൾ വൈകുന്നേരം ഒന്ന് പോയിട്ട് നമുക്ക് സാധനം എടുത്തു കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ. ഉച്ചയ്ക്ക് എന്തെങ്കിലും കൂട്ടാൻ ഉണ്ടാക്കുകൊണ്ട് ഉപ്പേരി ഞാൻ ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ചു, വഴുതനങ്ങ ഉപ്പേരി. എന്നിട്ട് നേരെ പോയി കടന്നതാണ്. ഞാൻ ഈ സംഭവം പറ്റങ്ങ് മറന്നു. എന്നിട്ട് ഇപ്പോൾ നോക്കണ സമയത്ത് കൂട്ടാനില്ല, കറിയില്ല. എന്ത് കൂട്ടി കഴിക്കുന്നുള്ളത് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്താ ഉണ്ടാക്കുക? തക്കാളി കൊണ്ട് എന്താ ഉണ്ടാക്കുക? ഉള്ളിയും തക്കാളിയും കൂടി എന്തുണ്ടാക്കാനാ? തൈര് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യാന്നൊരു പിടിയില്ല. തൈര് കൂട്ടാൻ പറ്റില്ല എന്നാണ് എനിക്കും തോന്നണത്, ചുമയുള്ള കാരണം. അപ്പോൾ പിന്നെ എന്തുണ്ടാക്കും? കാരണം എന്തുണ്ടാക്കുകയാണെങ്കിൽ ശരി, ഇനിയിപ്പോൾ 1:30 മണി 2 മണിയാവും അതിന് പണി തീരുമ്പോഴേക്ക്. ഇപ്പം തന്നെ എത്ര മണിയായി? 12:45 ഇപ്പം തന്നെ ആയി. ഇനി എന്ത് തുടങ്ങിയാലും അതിന് മുമ്പ് അമ്മൂന് വിശന്നിട്ട് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ സമയബന്ധിതമായിട്ട് ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എണ്ണയും ഉപ്പും നെയ്യൊക്കെ കൂട്ടിയിട്ട് കഴിക്കേണ്ടി വരും. അമ്മ പറഞ്ഞ ഒരു ഐഡിയ എന്താ അറിയോ? തൈരും കുറച്ച് ഉണക്കമീനും കൊണ്ടുവരാൻ. ഉണക്കമീൻ എന്തായാലും അമ്മൂന് കഴിക്കാൻ പറ്റുമല്ലോ. തൈര് കഴിച്ചാലല്ലേ കോൾഡിന് പ്രശ്നമുള്ളൂ. ഉണക്കമീൻ നമുക്ക് വാങ്ങിയിട്ട് വരാം എന്തായാലും. ഇന്നലെ ഇതിനകത്തുനിന്ന് ഫുള്ള് വെള്ളം വന്നിരുന്നതാണ്. ഇപ്പം നോക്കി ഡ്രൈ ആയിട്ടിരിക്കുന്നു. ഇത് എന്ത് തേങ്ങയാണെന്നൊരു പിടിയും കിട്ടണില്ല. ഞാൻ കരുതി ഇവിടെ ഉപ്പൊക്കെ അമ്മ തരാറുണ്ട്. ഇങ്ങനെ എരിവിലൂടെ ഇങ്ങനെ ഉപ്പ് ഇട്ട് വയ്ക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പൊന്നും വരാതിരിക്കാനേ. ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ടും വെള്ളം കിട്ടാത്തത് കൊണ്ടും പാമ്പൊക്കെ പുറത്ത് നടക്കുമല്ലോ. ഇത് കണ്ടില്ലേ ഈ വെളുത്ത് കാണുന്നത്? ഈ വെളുത്ത് കാണുന്നതൊക്കെ കല്ലാണ്, കല്ലുപ്പിട്ടിരിക്കുകയാണ്. കാരണം ഉപ്പിൻ്റെ മുകളിൽ കൂടെ വീട്ടുകൾക്ക് അത്ര സുഖമായിട്ട് അങ്ങോട്ട് കയറി വരാൻ പറ്റില്ലല്ലോ, ഒരു ബുദ്ധിമുട്ടുള്ള കാരണം. അപ്പോൾ അത് നനഞ്ഞിട്ട് അതിനുള്ള വെള്ളമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പിന്നെയാണ് എനിക്ക് തോന്നിയത് ഇത് ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണല്ലോ എന്നുള്ളൊരു ഡൗട്ട്. ഇപ്പം നോക്കുമ്പോൾ വെള്ളം അങ്ങനെ കാണുന്നില്ല, ആ നനവ് മാത്രമേ ഉള്ളൂ. മറ്റേത് ഇവിടെയൊക്കെ മൊത്തം ഒലിച്ചിങ്ങനെ പോയി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മേഡം ചോറും എടുത്തു വെച്ചുകൊണ്ട് വെയിറ്റിങ്ങിലാണെന്ന് തോന്നുന്നു. എന്താ സംഭവം എന്നറിയോ ഗൈസ്? ഇതിങ്ങനെ നുള്ളിപ്പറിക്കൊണ്ടിരിക്കണത്. ഇവിടെ മീന് വറുത്തോണ്ടിരിക്കുകയല്ലേ, ഇതിനുള്ള വെയിറ്റിംഗ് ആണ്. 5 more minutes. ഓക്കെ, ലഞ്ച് റെഡി. ചോറ്, മീന്, ബീൻസ് ക്യാരറ്റ് ഉപ്പേരി, വഴുതനങ്ങ ഉപ്പേരി, ഗാരാമ്പൂണ്ടി, തൈര്. ഇതാണ് ഇപ്പം ഇന്നത്തെ ലഞ്ച്. കൂട്ടാൻ ഉണ്ടാക്കിയില്ല, കൂട്ടാൻ ഉണ്ടാക്കാൻ ഞാൻ മറന്നുപോയി. തൈരുണ്ടല്ലോ, അത് മതി. കമ്പ്യൂട്ടർ ഷോപ്പിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്. ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ മോണിറ്റർ എടുത്തുകൊണ്ട് പോരാന്ന് പറഞ്ഞിട്ട് ഇപ്പം നേരെ അതെടുക്കാൻ പോവാണ്. ആസ് യൂഷ്വൽ നമ്മുടെ വെയിലത്തിറങ്ങാനുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇത് മൊത്തം മൂടിയിട്ടേ പുറത്തിറങ്ങുള്ളൂ. நம்ம பேசிக்கிறதுனால அப்படி இருக்கு உங்களுக்கு. நாங்கள் அதில் டிஃபால்ட்டாக செட் பண்ணி வச்சுருக்கோம். சரி எக்ஸ்டெண்ட் பண்ணிட்டாங்க. അങ്ങനെ 3-3:30 ഇങ്ങോട്ട് എത്തി. സാധനം ബൈക്കിൻ്റെ മുകളിൽ കൊണ്ടുവരാൻ പറ്റണില്ല, കാരണം അത്രയും സൈസ് എങ്ങനെ വെച്ചിട്ട് മെലങ്ങുന്നില്ല. എനിക്ക് റോഡ് കാണില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് ഓട്ടോറിക്ഷയും ഞാനും ബൈക്കും കൂടി ആയിട്ട് ഇങ്ങനെ പോന്നു.
അപ്പോൾ ബൈക്ക് ഇവിടെ കൊണ്ട് നിർത്തി ഓട്ടോറിക്ഷയിൽ നിന്ന് സാധനം ഇറക്കി മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്ന് തുറന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതിന് ബൈക്ക് എടുത്തിട്ട് ഉള്ളിൽ കയറ്റി വെക്കട്ടെ. അപ്പോൾ ഒരു വെയിലാണ്. സാധനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഈ സാധനം പൊട്ടിച്ച് ലെവലാക്കി സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ ഒരു സൈസ് ഡിഫറൻസ് നോക്കിയേ. ഇത് 21 ഇഞ്ച്, അത് 27 ഇഞ്ച്. ഓണാക്കി ഗൈസ്, ഓണാക്കി മര്യാദയ്ക്ക് വർക്ക് ചെയ്താൽ മതിയായിരുന്നു. നേരം പോലെ വന്നാൽ മതിയായിരുന്നു. പുതിയതാണ്. വന്നു. നേരത്തെ മോട്ടറിൻ്റെ മാതിരി അത്ര ഗ്ലോസി അല്ല, കുറച്ചൊരു മാറ്റ് ഫിനിഷാണ്. ഇത് ഭയങ്കര ഗ്ലോസിയാണ്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ കൈയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും. എപ്പിടി നല്ല ക്ലാരിറ്റി ഉണ്ട്. വലിപ്പമില്ലേ? നല്ല വലിപ്പമില്ലേ? എൻ്റെ ഒരു സന്തോഷമില്ലേട്ട്. നന്നായിട്ടുണ്ടല്ലോ പറഞ്ഞു. കുറേ കാലമായിട്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് ഇച്ചിരി വലിയൊരു സ്ക്രീനിൽ വർക്ക് ചെയ്യണം, ഡിസൈൻ ചെയ്യണം, എഡിറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അത് തേണ്ടേ ഇപ്പോഴാണ് സാധ്യമായത്. സാധനം 27 ഇഞ്ച്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് എന്താ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒന്നുമില്ല, കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടാണ്, കുറച്ച് കൗതുകം കൂടുതലാണെന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ. പുതിയ മോണിറ്റർ വന്നതുകൊണ്ട് കുറേ നേരം ഇതിൻ്റെ മുകളിലിരുന്നു വർക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, നല്ല രസം കാണാൻ. ഇനി ഇന്നത്തെ വ്ളോഗ് ഇതിൽ എഡിറ്റ് ചെയ്ത് നോക്കണം. 6 മണിയായി. ഇനി ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള വഴി നോക്കണം. നല്ല വിശപ്പുണ്ട്. അമ്മൂന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ. ചുമച്ചിട്ട് ക്ഷീണമായി. മാറിയിട്ടുണ്ട് ഒരളവിന്, എന്നാലും 7 മണി അവരായി. ഡിന്നർ ടൈം സ്റ്റാർട്ട് ചെയ്തു. ചെറുപയർ ദോശ, അരിദോശ, ഏതാ വേണ്ടച്ചാൽ ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ഞാൻ മോസ്റ്റ്ലി പച്ചദോശയെ കഴിക്കുകയുള്ളൂ. അമ്മുവിൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞു. 7:20 ഞാൻ എൻ്റെ ദോശയും കൊണ്ട് ഇതാ വരികയാണ്. കഴിക്കട്ടെ. ഒരു ബണ്ണ് ടോസ്റ്റ് ചെയ്തെടുത്തു. ഉച്ചയ്ക്ക് കഴിച്ചല്ലോ, ഇനി ഞാനും കഴിക്കട്ടെ. നാണയ്ക്ക് എടുത്തോ. 2 ഉണ്ടല്ലോ. 2 അല്ല, 1ന്റെ പകുതി എടുത്തിട്ടോ. ഇരുന്ന് കാണുക. ഒറ്റയ്ക്കോ? ജലദോഷം മാറിയോ? അപ്പൊ കുറഞ്ഞോ ചൊത്തിന്റെ? മാറിക്കോളും വാവേ, മാറിക്കോളും. അതെ. മോസ്റ്റ്ലി എല്ലാ ദിവസവും വാവുകുട്ടി വീഡിയോ കോൾ ചെയ്യാറുണ്ട്. നല്ല രസമാണ്. അവളുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കുറേ ദൂരെയാണെങ്കിലും ഈ വീഡിയോ കോൾ പോലുള്ള സൗകര്യമൊക്കെ ഉള്ളത് കൊണ്ടുള്ളൊരു ഗുണം ഇപ്പോഴാണ് മനസ്സിലാവണത്. ഭയങ്കര രസമാട്ടോ. വീഡിയോ കോൾ ആണെങ്കിലും ദൂരെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ അടുത്ത് കിട്ടിയ പോലെയല്ലേ. അതിനകത്താണെങ്കിലും ഈ ഫിൽറ്റർ, കളറുകൾ, ഈ സാധനങ്ങളിലൊക്കെ കളിക്കുക എന്ന് പറഞ്ഞാൽ വാവുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില ഓപ്ഷൻസിൽ എഫക്റ്റിലൊക്കെ നമ്മളിങ്ങനെ ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായ കോടി പോയ പോലെ, ഇവിടെ വീങ്ങിയ പോലെ, ഇവിടെ വീർത്ത പോലെ, ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല രസങ്ങളായിട്ടുള്ള ഇത് വരുമല്ലോ അനിമേഷൻസ്. നല്ല രസമായിരുന്നു. ഒരു 1.5 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. എനിവേ, അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ മോണിറ്റർ വന്നു എന്നുള്ളത് തന്നെയാണ്. സമാധാനമായി സ്വസ്ഥമായി ആ ചെറിയ ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യുന്നതിന് പകരം എനിക്കിനി വലിയ ഡെസ്ക്ടോപ്പ് തന്നെ എഡിറ്റ് ചെയ്യാം. വീഡിയോസ് കുറച്ച് ഫാസ്റ്റായിട്ട് ഇറക്കാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. മറ്റത് ഭയങ്കര സ്ലോ ആണ്. ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്ത് അത് പുറത്തേക്ക് എടുക്കണമെങ്കിൽ എഡിറ്റിംഗ് ടൈം ഒഴികെ അത് പുറത്തേക്ക് എടുക്കാൻ തന്നെ 3 മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുക്കുക, ചിലപ്പോൾ 1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ എടുക്കും സമയത്തിനനുസരിച്ച്. ഇനി ഇതിനകത്ത് അത് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ പരിപാടി കഴിയും. ആ ഒരു മോണിറ്റർ വാങ്ങിയ സന്തോഷ വാർത്തയോട് കൂടി ഇന്നത്തെ വ്ളോഗ് അതവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.